അപ്പോ ഉണർവ് നടക്കുന്ന ഇടങ്ങളിൽ പാപത്തിന്റെ സാധ്യത വളരെ വളരെ അല്ല ഒട്ടുമില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ കടന്നു പോകുന്ന ഇടങ്ങളിൽ പാപത്തിന് വലിയ സാധ്യത ഇപ്പുറത്ത് ഉണർവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണർവായിട്ട് പരിഗണിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ്. 1900-കളിലാണ് ഉണർവ് ആരംഭിക്കുന്നത്. ആ ഉണർവ് ആരംഭിക്കുന്ന വെയിൽസിലും മറ്റു ഇടങ്ങളിലുമൊക്കെ അസൂസ സ്ട്രീറ്റിലുമൊക്കെ അന്ന് കൂടി വന്നിരുന്ന ആൾക്കാർ ഒരുമിച്ച് കൂടി വരുമ്പോഴൊക്കെയും അവിടെ മദ്യശാലകൾ ആ സമയങ്ങളിൽ അടച്ചു പൂട്ടുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് ഗവൺമെന്റിന് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടും ചരിത്രരേഖകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. പബ്ബുകൾ, ബാറുകൾ, ക്ലബ്ബുകളൊക്കെ അടച്ചുപൂട്ടി, നിശാനൃത്തങ്ങളുടെ കേന്ദ്രങ്ങളൊക്കെ അടച്ചുപൂട്ടി ജനമാലയത്തിലേക്കും ആരാധനകളിലേക്കും പ്രാർത്ഥനകളിലേക്കും വരുന്ന ഒരു വലിയ കാഴ്ച ഉണർവിന്റെ ആദ്യ നാളുകളിൽ വെയിൽസിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാപത്തിന്റെ സാധ്യതകൾ ഇല്ലാതാകുന്നതാണ് ഉണർവിന്റെ മറ്റൊരു ശക്തമായ അടയാളം എന്ന് പറയുന്നത്.